സൃഷ്ടാവാം ദൈവമങ്ങ്, നിത്യനാം ദൈവമങ്ങ്, അങ്ങേപ്പോലെ ആരുമില്ലേ, അങ്ങേപ്പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേപ്പോലാരുമില്ലേ. സൃഷ്ടാവാം ദൈവമങ്ങ്, നിത്യനാം ദൈവമങ്ങ്, അങ്ങേപ്പോലെ ആരുമില്ലേ, അങ്ങേപ്പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേപ്പോലാരുമില്ലേ. ആരാധന 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 ആരാധന. സകലത്തിൻ്റെയും സൃഷ്ടാവ് നീയാണ്. എല്ലാം എനിക്ക് തന്നത് നീ തന്നെയാണ്. എന്നെ സൃഷ്ടിച്ചത് നീ തന്നെയാണ്. പൂർണ്ണമായ കർത്താവിന് മുമ്പിലേക്ക് നമ്മുടെ സർവ്വകാര്യങ്ങളുടെ സൃഷ്ടാവാണെന്ന് അവനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ സമയമായിരിക്കാം. കർത്താവ്, എനിക്കുള്ള സമ്പത്തിൻ്റെ, എനിക്കുള്ള ആരോഗ്യത്തിൻ്റെ, എൻ്റെ മക്കളുടെ എല്ലാത്തിൻ്റെയും ഉടയവൻ നീ തന്നെയാണ്. കർത്താവേ, നീ എനിക്ക് തന്നതല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്ന് സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മുമ്പിലിരിക്കുന്നവനെ നീ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ഈ ലോകത്തിൽ എനിക്കുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. നല്ല തമ്പുരാന്, നീ എനിക്ക് തന്ന ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ എല്ലാം സൃഷ്ടാവ് നീ തന്നെയാണ്. എനിക്കുള്ള ജോലി, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ വസ്തുവകൾ, എൻ്റെ ഭവനം, എല്ലാത്തിൻ്റെ ഉടയവൻ നീയാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. പരിപൂർണമായി നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. എൻ്റെ നല്ല തമ്പുരാന്, എല്ലാത്തിൻ്റെയും ഉടയവനായവന്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവായവന്, എല്ലാം പുറപ്പെട്ടു വന്നിരിക്കുന്നവന് നിന്നെ ഞാൻ ആരാധിക്കുന്നു, ഏറ്റുപറയുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാത്രമാണ് എല്ലാത്തിൻ്റെയും ഉടയവൻ. അങ്ങ് നിത്യനായവനാണ്. അങ്ങേപ്പോലെ ആരുമില്ലേ, അങ്ങേപ്പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേപ്പോലാരുമില്ലേ. കർത്താവേ, ഏതെങ്കിലും സമയത്ത് എന്തിൻ്റെയെങ്കിലും ഉടമ ഞാനാണെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അറിയാതെയെങ്കിലും എന്നിൽ അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നീ തന്നിട്ടുള്ളതല്ലാതെ ഒന്നും എനിക്കില്ല. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതായിട്ടൊന്നും എനിക്കില്ല. കർത്താവേ, എന്തെങ്കിലുമൊക്കെ കാര്യം ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുവാനും മാത്രം എന്തെങ്കിലും ഒരു കാര്യം എനിക്കുണ്ടെങ്കിൽ അത് നീ തന്നത് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, എന്നെ എളിമപ്പെടുത്തണമേ. നിന്റെ ദാസനാണ് ഞാനെന്ന് ഏറ്റുപറയുവാനുള്ള കൃപ തരണമേ. ഇതാ ദാസൻ എന്ന് പറയുവാനുള്ള കൃപ തരണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ അമ്മയെ പോലെ നിന്റെ തിരുമുമ്പാകെ എളിമയോടെ നിൽക്കുവാൻ കൃപ തരണമേ. എളിമയുള്ളവരെ ഉയർത്തുന്നവന് എളിമയെന്ന വലിയ പുണ്യം എനിക്ക് നൽകണമേ. എനിക്ക് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ തരണമേ. യാതൊരു കാര്യവും എന്നിൽ അഹങ്കാരം എന്ന ചിന്ത ഉളവാക്കാതിരിക്കട്ടെ. നല്ല തമ്പുരാന്, എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് നിന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോട് ചോദിക്കാതെ ഏതെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിൻ്റെ ഉടമയാണെന്നുള്ള ചിന്തയുടെ പുറമെയാ. നല്ല തമ്പുരാനെ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീയാണ് എല്ലാത്തിൻ്റെയും ഉടമ. നിൻ്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നിറവേറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിൻ്റെ ഉടമയായവന്, എനിക്കെല്ലാം തന്നവന് നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിപൂർണമായി എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കാം. കർത്താവേ, ഞാൻ നിൻ്റെയാണ്.
ഞാൻ നിന്റെയാണ് എന്ന് ഏറ്റുപറയാം. ഞാൻ നിന്റേത് മാത്രമാണ്, വേറെ ആർക്കും എൻ്റെ അവകാശം ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. നല്ല തമ്പുരാനെ, നിന്റേത് മാത്രമാണ് ഞാൻ. നിന്റെ മുമ്പിൽ ഞാൻ അടിയറ വയ്ക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ ഉപയോഗിച്ചു കൊള്ളണമേ. എനിക്ക് വേണ്ടതൊക്കെ നിന്നോട് ചോദിച്ചെങ്കിൽ തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവിന് മുമ്പിൽ അടിയറ വയ്ക്കുവാൻ, കർത്താവിന് മുമ്പിൽ എൻ്റെ ആവശ്യങ്ങൾ നിരത്തുവാൻ ഒക്കെയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കുള്ള ഒന്നിൻ്റെയും പേരിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കുവാൻ, അതിലൊന്നിലും ആശ്രയം വയ്ക്കാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തിൻ്റെയും ഉടയവൻ, എല്ലാത്തിൻ്റെയും യജമാനൻ എൻ്റെ കർത്താവേ, നീ മാത്രമാണ്. എല്ലാത്തിനെയും സൃഷ്ടാവായവനായ നീ മാത്രമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ സമയമായിരിക്കാം. സൃഷ്ടാവാം ദൈവമങ്ങ്, നിത്യനാം ദൈവമങ്ങ്, അങ്ങേ പോലെ ആരുമില്ലേ, അങ്ങേ പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേ പോലാരുമില്ലേ. ആരാധന സ്തുതിച്ചുകൊണ്ട് കർത്താവേ, ആരാധന ആരാധന എന്ന് ഏറ്റുപറയാം. ആരാധന ആരാധന. ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള മാലാഹമാരോട് ചേർന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മാലാഹമാരെക്കാൾ അല്പം താഴ്ത്തിയ കർത്താവേ, മാലാഹമാർ മുഴുവൻ നിന്റെ മുമ്പാകെ ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കുക. ഞാൻ പലപ്പോഴും അഹങ്കാരത്താൽ നിറഞ്ഞ് നിന്റെ തിരുമുമ്പാകെ ഒന്ന് നിൽക്കുവാൻ പോലും യോഗ്യതയില്ലാത്തവനായി ഞാൻ ഞെളിഞ്ഞു നടക്കുക. നിന്റെ മുമ്പാകെ ആരാധന സമർപ്പിക്കാതെ മാറി നടക്കുക. കർത്താവേ, മാലാഹമാരോട് ചേർന്ന്, എന്നേക്കാൾ വലിയവരായ സ്വർഗീയ സൈന്യത്തോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ എന്ന് ഏറ്റുപറയാം. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ ഹല്ലേലൂയ. ഈശോ 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 നമ്മൾ തന്നെ പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് സകലത്തിന്റെയും സൃഷ്ടാവായ തമ്പുരാന്റെ മുമ്പിൽ നമ്മളെ തന്നെ അടിയറ വെച്ചുകൊണ്ട് നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ ഈശോയെ, ഹല്ലേലൂയ ഈശോയെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ യേശുവേ ആരാധന. യേശുവേ ആരാധന. അങ്ങേ പോലെ ആരുമില്ലേ, അങ്ങേ പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും ആരുമില്ല ദൈവമേ, അങ്ങേ പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേ പോലാരുമില്ലേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് എല്ലാ കാര്യത്തിലും പിതാവായ ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. നമ്മുടെ എല്ലാ കാര്യത്തിലും ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നമ്മൾ അറിയണമെങ്കിൽ ഈശോയുടെ ഇഷ്ടം നമ്മൾ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി ഇരിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ഈശോയുടെ ഇഷ്ടം നിറവേറ്റണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ ഇഷ്ടം നിറവേറ്റണമെന്ന് ആഗ്രഹം തോന്നാൻ ആദ്യം ഈശോയെ സ്നേഹിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇന്നലെ മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചത്. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം, അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നതിന് കർത്താവ് നൽകുന്ന ഒരു ഉത്തരം,
ഒരു ഉത്തരം ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് താൻ എന്തിനാണ് വന്നത് എന്നത് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് അവിടെ പറയുക. കർത്താവ് പറയാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ഇതിനാണ് കർത്താവ് വന്നത് അല്ലേ, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ. അപ്പം നമുക്കൊരു സംശയം തോന്നും, പൈസ ഉള്ളവന് സുവിശേഷം വേണ്ടേ അല്ലേ? രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന്, സുവിശേഷത്തിൽ ദരിദ്രർ എന്ന് പറയുന്നത് ആരാണ്? രണ്ട്, എന്താണ് ഒരാളുടെ സുവിശേഷം? ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലേ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ദരിദ്രർ എന്ന് പറയുന്നത് സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ട്, സുവിശേഷം എന്ന് പറയുന്നത് എന്തായിരിക്കണം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുവിശേഷം, നല്ല വിശേഷം അല്ലേ. എനിക്കൊരു കാര്യം നല്ല വിശേഷമാകണമെങ്കിൽ അത് ഞാൻ പ്രതീക്ഷിക്കുന്ന വിശേഷമായിരിക്കണം അല്ലേ. എനിക്ക് +2-ന് മുഴുവൻ A+ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ആ വാർത്ത ഞാൻ അറിയുകയാണെങ്കിൽ അതെനിക്ക് സുവിശേഷമാണ്. അതേസമയത്ത് വേറൊരാൾക്ക് സുവിശേഷമായിട്ടുള്ള കാര്യം എനിക്ക് സുവിശേഷമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നതായിരിക്കണം എനിക്ക് കിട്ടുന്നത് അല്ലേ. ഞാൻ പ്രതീക്ഷിക്കുന്ന വാർത്ത എനിക്ക് കിട്ടുകയാണെങ്കിൽ അതെനിക്ക് സുവിശേഷമാണ്. ദരിദ്രർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ഇതുപോലെ തന്നെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് ദരിദ്രർ, ധനവാൻ എന്ന വാക്ക് രണ്ടും ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് നമ്മൾ വ്യാഖ്യാനിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിപ്പോവും. കർത്താവ് പറഞ്ഞേക്കാണ്, ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അയ്യോ, അപ്പം പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ പോവുകയല്ലേ. ഈ പൈസ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പണം ഉൾപ്പെടെ തന്നവനായ തമ്പുരാൻ കർത്താവ് ഇത് പറയുന്നത് അല്ലേ. നീ ആയിട്ട് ഉണ്ടാക്കിയതാണിത് അല്ലെ. നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു? ഒരു കാര്യവും നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ല. വലിയ സമ്പത്തിൻ്റെ നടുവിൽ നീ ജനിച്ചാലും ഒറ്റ നിമിഷം കൊണ്ട് ഒരു കയ്യിലിരിപ്പ് മോശമായാൽ മൊത്തം തീർന്നു പോകാന്നേ ഉള്ളൂ. പക്ഷെ തമ്പുരാൻ കർത്താവ് കാത്തു കാത്ത് നിന്നെ ആ കുടുംബത്തിൽ സൃഷ്ടിച്ച് നിനക്കതിനുള്ള കഴിവ് തന്നെ, സമ്പാദിക്കാനുള്ള അവസരം തന്നാണ് നിനക്ക് സമ്പാദ്യം ഉണ്ടാക്കി. അതേ കർത്താവ് പറയുകയാണ്, നിനക്ക് പൈസ ഉള്ളത് കൊണ്ട് നരകത്തിൽ പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റുമല്ല. ധനവാൻ എന്ന വാക്ക് തമ്പുരാൻ കർത്താവ് ബൈബിളിൽ ഉപയോഗിക്കുന്നതിനൊരു പ്രത്യേകതയാണ്. അത് ആരാന്നറിയാവോ? പ്രധാനമായിട്ടും 3 പേരെയാണ് ധനവാൻ എന്ന വാക്കുകൊണ്ട് കർത്താവ് ബൈബിളിൽ പറയുക. ഒരു ധനവാൻ എന്ന് പറയുന്നത് ലാസറിൻ്റെയും ധനവാന്റെ ഉപമയ്ക്കാതെ ധനവാൻ. ആ ധനവാന്റെ പ്രത്യേകത, പഠിക്കൽ ലാസർ, ആവശ്യക്കാരൻ പഠിക്ക് കിടന്നിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല. അതാണ് അവൻ്റെ കുഴപ്പം. അതുകൊണ്ട് കർത്താവ് അവനെ കയറി ധനവാൻ എന്ന് വിളിച്ചു. വേറൊരു ധനവാന്റെ കാര്യം കർത്താവ് പറയും, ഇങ്ങനെ ഒത്തിരി വിളവുകളൊക്കെ കിട്ടിയപ്പോൾ അറപ്പുരകളൊക്കെ പൊളിച്ചു വേണ്ടത്, ഞാൻ ഇനി കുറേ കാലത്തേക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കും, ആർക്കും കൊടുക്കുകയല്ല എന്ന് പറയുന്ന ആളെ കർത്താവ് വിളിക്കും ധനവാൻ. മൂന്നാമത്തെ ഒരു ധനവാന്റെ കാര്യം ബൈബിൾ പറയും. ഒരാൾ വന്നിട്ട് പറയും, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം കർത്താവ് പറയും, നീ കൽപ്പനകളൊക്കെ അനുസരിക്കുക, അതൊക്കെ റെഡിയാണെന്ന് പറയുന്ന ആളോട് പറയും, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു, അവന് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് അവൻ പോയി. ഈ 3 പേരെയാണ് ധനവാൻ എന്ന് പറയുക. അതായത് എല്ലാം തൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണെന്നും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതല്ല എന്നും ചിന്തിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ധനവാൻ. അത് 10 രൂപ സമ്പാദ്യമുള്ളവനാണെങ്കിലും കോടി രൂപ സമ്പാദ്യമുള്ളവനാണെങ്കിലും ഒരുപോലെയാണ്. മറ്റുള്ളവരുമായിട്ട് അവൻ പങ്കുവെക്കുന്നില്ലെങ്കിൽ അവൻ ധനവാനാണ്. ദരിദ്രൻ എന്ന് കർത്താവ് എപ്പോഴും പറയുമ്പോൾ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർക്കും, ആത്മാവിൽ ദരിദ്രർ. ആത്മാവിൽ ദരിദ്രർ. ഈ ദരിദ്രരുടെ പ്രത്യേകത അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും അവനൊരു ദാരിദ്ര്യം ഉണ്ടാവും. എന്താണെന്നറിയാവോ? എനിക്ക് ദൈവം തന്നാലേ ഉള്ളൂ. എനിക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ ദൈവം തന്നതാണ്, ഞാനല്ല ഇതിൻ്റെ ഉടയവൻ. അതവൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കുന്നവനെ, എല്ലാം ദൈവം തന്നതാണ് എന്ന് വിശ്വസിച്ചേറ്റ് പറയുന്നവനെ വിളിക്കുന്ന പേരാണ് ദരിദ്രൻ. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവമേ നീ തരുന്നത് മാത്രമേ എനിക്കുള്ളൂ, നീ തരുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം, നീ തരുന്നതൊക്കെ ഞാൻ പങ്കുവെച്ചോളാം എന്ന് പറയുന്ന ആളെയാണ് കർത്താവ് സുവിശേഷം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറയും, സ്ലീഹന്മാരെ പറഞ്ഞു വിടുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ തന്ന സാധനം എല്ലാവരുടെ മുമ്പിൽ പോയി വിളമ്പരുത്, പന്നികളുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കുന്ന പോലെയാവും. നീ പറയുന്ന സദ്വാർത്ത സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവന് മാത്രമേ അത് സുവിശേഷമാവുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ
ദൈവ ആശ്രയ ബോധത്തോടുകൂടെ ജീവിക്കുന്നവനെ കർത്താവ് വിളിക്കുന്ന പേരാണ് ദരിദ്രൻ. ആ ദരിദ്രന്റെ കയ്യിലേക്കാണ് കർത്താവ് സുവിശേഷം അറിയിക്കുക. എന്താണെന്നറിയാവോ? നിന്നെ പരിപാലിക്കുന്നവൻ കർത്താവാണ് എന്ന സുവിശേഷം. അതാണ് കർത്താവ് പറയുന്ന സുവിശേഷം. നിന്നെ പരിപാലിക്കുന്നവൻ കർത്താവാണ്. നിനക്ക് എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അവിടെ നീ തകർന്നു പോവുകയില്ല. നിന്റെ കർത്താവ് അവൻ്റെ ഉള്ളം കയ്യിൽ നിന്റെ പേരെഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. നീ ധനവാനാണോ? നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഓക്കെ, അതൊക്കെ തമ്പുരാൻ കർത്താവ് തന്നതാണ്. അതൊക്കെ നശ്വരമാണ്. അതൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ്. എത്രയൊക്കെ ഉണ്ടെങ്കിലും എത്ര ഇല്ലെങ്കിലും നിന്നെ പരിപാലിക്കുന്നവൻ തമ്പുരാനാണ്. തമ്പുരാനിൽ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ്റെ പേരാണ് ദരിദ്രർ. അവനുള്ളതാണ് സുവിശേഷം. അവന് മാത്രമേ സുവിശേഷം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ ആത്മാവിൽ ദരിദ്രരായി തീരാനായിട്ട് പറ്റണം. ഈശോ വന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഈശോ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഏറ്റു പറയണമെങ്കിൽ ഞാൻ ഈശോയിൽ ആശ്രയിക്കണം. എന്നെ രക്ഷിക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ ഏറ്റു പറയണം. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ഈ ദരിദ്രനായിട്ട് മാറുക. എനിക്ക് വേണ്ടി കർത്താവ് വന്നത് യാഥാർത്ഥ്യമാകുന്നത് അങ്ങനെയാണ്. അതല്ല എങ്കിൽ കർത്താവ് ഈ ലോകത്തിൽ വന്നു, മരിച്ചു, പീഡ സഹിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു, എനിക്ക് വേണ്ടിയിട്ടാവുകയില്ല. ഞാൻ നരകത്തിലേക്ക് തന്നെ പോകും. എൻ്റെ കർത്താവിൻ്റെ ചോരയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അത് മാത്രമേ, എൻ്റെ കർത്താവ് മാത്രമേ എൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് ഏറ്റു പറയുന്നവൻ ദരിദ്രനാണ്. അവന് കർത്താവ് വന്നത് സുവിശേഷമാണ്. ഈ സമയത്ത് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാ എൻ്റെ പ്രിയമുള്ളവരെ. ധനവാൻ സ്വർഗത്തിൽ പോവുകയില്ല. കർത്താവിൽ ആശ്രയമില്ലാത്തവൻ സ്വർഗത്തിൽ പോവുകയില്ല. ഒരു തെറ്റും ചെയ്യേണ്ട. ധനവാന്റെ ലാസറിന്റെ ഉപമയ്ക്കകത്ത് ധനവാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ നരകത്തിലേക്കാണ് പോയേ. കാരണം അവന് ദൈവാശ്രയ ബോധമില്ലായിരുന്നു. ദൈവം തന്നതാണെന്നുള്ള ബോധമില്ലായിരുന്നു. അവന് കർത്താവിനെ ആശ്രയിക്കാൻ പറ്റിയില്ല. അവനിൽ തന്നെ ആശ്രയിച്ചു, അവൻ നരകത്തിലേക്ക് പോയി. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം കർത്താവ് തന്നതാണെന്ന് 4 പേരുടെ മുമ്പിൽ ഏറ്റു പറയണം. മക്കൾക്ക് ഒരു നല്ല മാർക്ക് കിട്ടിയാൽ ആ മക്കളോട് പറയണം, മക്കളെ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, തമ്പുരാൻ കർത്താവ് തന്നതാ, ഒന്ന് നന്ദി പറഞ്ഞേ, ഒന്ന് പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ ഒരു നല്ല വാർത്ത എനിക്ക് കേൾക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞതിന് സ്വീകരിക്കണം. കാരണം ഈ നല്ല വാർത്ത എനിക്ക് തന്നത് തമ്പുരാൻ കർത്താവാ. ജോലിയിൽ ഒരു നല്ല ഔന്നത്യം കിട്ടുമ്പോൾ, ഒരു ഉന്നതിയിലേക്ക് കയറി പോകുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റണം. നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു നല്ല വാർത്ത വരുമ്പോൾ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ദരിദ്രരാണ്. അതല്ല, അവരുടെ മുമ്പിൽ ഞാൻ ഹല്ലേലൂയ പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണെന്ന് ചിന്തിച്ചാൽ അക്ഷരാർത്ഥത്തിൽ എഴുതി തയ്യാറാക്കി വെച്ചു, നീ ധനവാന്റെ ഗണത്തിൽ എണ്ണപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഏത് കാര്യം കിട്ടുമ്പോഴും ഹല്ലേലൂയ, ഇത് തമ്പുരാൻ കർത്താവ് തന്നതാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റട്ടെ. എല്ലാ സദ്വാർത്തകളും കർത്താവിൻ്റെ കയ്യിലേക്ക് കർത്താവ് തന്നതാണ് എന്ന് 4 പേരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പറ്റട്ടെ. അപ്പോൾ നമ്മൾ ദരിദ്രരാകും. നമുക്ക് സ്വർഗം ഉറപ്പാണ്. സ്വർഗരാജ്യം ഉറപ്പുള്ള വ്യക്തികളെ കുറിച്ച് കർത്താവ് പറയുന്നതാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എല്ലാ കാര്യവും ദൈവത്തിന് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ സ്വർഗത്തിൽ പോകും. അതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളവരെ സുവിശേഷം അറിയിക്കാനാണ് ഈശോ വന്നത്. ഇങ്ങനെയുള്ളവർക്കുള്ള സുവിശേഷമാണ് ഈശോ ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ളത്. കർത്താവിൻ്റെ സുവിശേഷം ആദ്യമായിട്ട് അറിയിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. കർത്താവിനെ ആഗ്രഹിച്ചിരുന്ന ധനവാന്മാരെന്ന് വിളിക്കപ്പെടുന്ന വലിയ രാജാക്കന്മാർ, പൂജരാജാക്കന്മാർ, അവർ കർത്താവിനെ ആശ്രയിച്ച് അവർക്കുള്ളതെല്ലാം കർത്താവിന് മുമ്പിൽ കൊണ്ട് സമർപ്പിക്കാൻ തയ്യാറായിരുന്നവരാ. മറ്റു ചില വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഈ സദ്വാർത്ത കിട്ടിയില്ല. അവർക്ക് ആർക്കും ഇതൊരു സുവിശേഷം അല്ലായിരുന്നു. ഹെറോദസിൻ്റെ അടുത്തും ഈ സുവിശേഷം പോയി അറിയിക്കപ്പെട്ടതാ. പക്ഷേ അയാൾക്ക് അത് സുവിശേഷം അല്ലായിരുന്നു. കാരണം അവന് ദൈവാശ്രയ ബോധമില്ലായിരുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് ഇത് സദ്വാർത്ത ലഭിച്ചു. അവർക്കിത് സുവിശേഷമായിരുന്നു. അവർ ഓടി കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് കർത്താവ് ജനിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു എന്നത് സദ്വാർത്തയാകണമെങ്കിൽ, സുവിശേഷമാകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം ദൈവം തന്നതാണെന്നുള്ള ബോധത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കണം. ഏറ്റു പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ കർത്താവേ, നീ തന്നതല്ലാതെ മറ്റൊന്നും എനിക്കില്ല, എല്ലാം നീ തന്ന ദാനം മാത്രമാണ് എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റു പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പറയുന്നിടത്തോളം നമുക്ക് സ്വർഗരാജ്യം ഉറപ്പാണ്. കർത്താവിൻ്റെ വാഗ്ദാനമാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദരിദ്രർക്കുള്ളതാണ് സ്വർഗരാജ്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. തമ്പുരാൻ്റെ മുമ്പിലേക്ക്
നമ്മളെയും നമുക്കുള്ള സർവ്വതിനെയും സമർപ്പിക്കാം. എല്ലാം സൃഷ്ടിച്ചവൻ, എന്നെ ഈ കുടുംബത്തിൽ സൃഷ്ടിച്ചവൻ, എനിക്ക് ആരോഗ്യം തന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എല്ലാം നീ തന്നെയാണ് തമ്പുരാനെ. എനിക്കുള്ള എല്ലാത്തിൻ്റെയും യഥാർത്ഥ അവകാശം നീയാണ്. മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയ യജമാനെ പോലെ നീ വലിയ സമ്പാദ്യങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ നീ എന്നെ ഏൽപ്പിച്ചിട്ടാ മാറി നിൽക്കുന്നത്. അത് നീയാണ് അതിൻ്റെ അവകാശി എന്ന് തെളിയിക്കാൻ വേണ്ടിയാ നീ അതിൻ്റെ ദശാംശം പിരിക്കുവാൻ എല്ലാ പ്രാവശ്യവും മുന്തിരിത്തോട്ടത്തിലേക്ക് ആളെ വിടുന്നത്. അത് കൊടുക്കാതിരിക്കുമ്പോൾ ഞാനും ആ കൃഷിക്കാരെ പോലെ മാറി നിൽക്കുകയാ. നിന്റെ അവകാശം ഏറ്റുപറയാത്തവരെ പോലെ ആയി പോവുകയാ. നല്ല തമ്പുരാനെ, നിന്റെ അവകാശം നിനക്ക് തരുന്നവനായി എന്നെ നീ മാറ്റണമേ. പൂർണ്ണ മനസ്സോടെ നമുക്ക് വിട്ടുകൊടുക്കാം. എല്ലാം എനിക്ക് കർത്താവ് തന്നതാണെന്നുള്ള ബോധത്തോടെ നമുക്ക് ജീവിക്കാനാവട്ടെ. നമുക്ക് ഏറ്റുപറയാം, എൻ്റെ തമ്പുരാനെ, എല്ലാം നീ തന്നതാണ്. ദാനമല്ലാതെ മറ്റൊന്നും എനിക്കില്ല. അവകാശമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങാൻ പോലും എനിക്ക് കഴിവില്ല. അല്ല തമ്പുരാനെ, നീ തന്ന താലന്തുകൾ വർദ്ധിപ്പിക്കുവാനുള്ള കൃപ കൊടുത്തരണമേ. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കുമെന്ന് കർത്താവെ നീ എനിക്ക് വാണിംഗ് തന്നിട്ടുണ്ട്. എനിക്ക് നീ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ വർദ്ധിപ്പിച്ച് നിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുവാനുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു. യഥാർത്ഥ അവകാശം നീയാണ് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല നീ ഏൽപ്പിച്ചിരിക്കുന്നതൊന്നും. മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ളതാ. എന്നെ നല്ല തമ്പുരാനെ, നീ തന്നതാണെന്നുള്ള യഥാർത്ഥ ബോധത്തോടെ, അതെൻ്റെ പണമാവട്ടെ, ആരോഗ്യമാവട്ടെ, എൻ്റെ ആയുസ്സാവട്ടെ, എൻ്റെ മക്കളാവട്ടെ, എൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവേ നിന്റേതാണ്, നീ തന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിക്കാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിക്കാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഈശോയെ, എനിക്കുള്ള എല്ലാത്തിൻ്റെയും അവകാശം നിനക്ക് ഞാൻ തിരികെ തരുന്നു. ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ അല്പമെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ മാപ്പ് ചോദിക്കുന്നു. നമുക്കുള്ള സർവ്വത്തിൻ്റെയും അവകാശം കർത്താവിനെ നമുക്ക് ഏൽപ്പിക്കാം. ഞാൻ എല്ലാ കാര്യത്തിൻ്റെ മേൽ കണക്ക് കൊടുക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം. അല്ല തമ്പുരാനെ, എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ കർത്താവെ ഞാൻ എങ്ങനെ നിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കും? നീ എനിക്ക് തന്ന സമ്പാദ്യം മറ്റുള്ളവരുമായി പങ്കുവച്ചില്ല എങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ കണക്ക് ബോധിപ്പിക്കും? നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ കർത്താവ് ഞാൻ എങ്ങനെ കണക്ക് ബോധിപ്പിക്കും? എൻ്റേതാണ് എല്ലാം എന്ന ചിന്തയോടെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാവുന്നത് മാത്രമേ എനിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞാൻ ആയിരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനല്ലെങ്കിൽ, നീ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തനല്ലെങ്കിൽ, വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ തമ്പുരാനെ നീ അത് തിരിച്ചു പിടിക്കാനും മാത്രം കഴിവുള്ളവനാണ്. തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ നമുക്ക് നമ്മളെ തന്നെ നിർത്താം. എൻ്റെ കർത്താവെ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കഴിവ് കുറവുകളെ എല്ലാം സമർപ്പിക്കുന്നു. ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. നീ എനിക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാൻ അവസരം തന്ന കാര്യങ്ങൾ ഞാൻ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
നീ എൻ്റെ മുമ്പിലേക്ക് വേഷം കെട്ടി വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്ന ആള് അത് ഞാനായിരുന്നുവെന്ന് കർത്താവേ, നീ വിധി നാളിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നീ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നിന്നെ കാണാതെ ഞാൻ പോയിട്ടുണ്ട്. യഥാർത്ഥ അവകാശിയാണ് എൻ്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്നതെന്ന് ഞാൻ കാണാതെ പോയിട്ടുണ്ട് തമ്പുരാനെ. പങ്കുവെക്കാതെ പോയി ധനവാനായി ജീവിച്ച എല്ലാ അവസരങ്ങളെയും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാം നീ തന്നതാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ തിരുമുമ്പാകെ നമ്മുടെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം. നമ്മുടെ സർവ്വകാര്യങ്ങളും കർത്താവിൻ്റെ കാൽക്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദത്തിനായി നമുക്ക് ശിരസ്സ് നമിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.